ഹലോ, ഇന്ന് നമുക്ക് സോഫ്റ്റായ ഇഡ്ഡലി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു 2 കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 3/4 കപ്പ് ഉഴുന്നും വേറെ സെപ്പറേറ്റ് പാത്രത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം കേട്ടോ. ഉഴുന്ന് കുതിർത്ത വെള്ളത്തിൽ തന്നെയാണ് ഉഴുന്ന് അരച്ചെടുക്കേണ്ടത്. ഈ കട്ടിയിൽ വേണം ഉഴുന്ന് അരച്ചെടുക്കാനായിട്ട് കേട്ടോ. പിന്നെ അത് ഞാൻ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ അരി അരച്ചെടുക്കാം. അരി അരച്ചെടുക്കുമ്പോൾ അതിലേക്ക് ഉഴുന്ന് കുതിർത്ത വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ദോശമാവിൻ്റെ പരുവത്തിൽ ഞാൻ അരി അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഞാൻ തുറക്കണത്. കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഇഡ്ഡലി മാവിലേക്ക് ഞാൻ ചോറോ ഉഴുന്നോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് കിട്ടും. ഇതിനിടയിൽ ഇതേ പാറു ഇവിടെ ഒരു ഫോണും പിടിച്ചിട്ട് വന്നിരുന്ന് അതിൽ കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അത് ഇഡ്ഡലി തട്ടിൽ നിന്ന് വേഗം വേർപെട്ട് കിട്ടാൻ അതിലേക്ക് ഒരു തുണ്ട് വെള്ളം നമ്മളൊന്ന് തെളിച്ചു കൊടുത്താൽ മതി. പിന്നെ ഞാൻ ചട്നിയാണ് കേട്ടോ ഇഡ്ഡലിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക.